ഹലോ, ആരംഭിക്കലാമാ? നമുക്ക് എന്തായാലും ഒരു കുണ്ടന്റെ വീഡിയോ കാണാം. ഓക്കെ, First of all, I'm really sorry. ലീല കൃഷ്ണ എന്തോ ഹെൽനോസ് പാട്ട് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, അവൾക്കൊരു വിചാരമുണ്ട് ആരുടെ നെഞ്ചത്ത് അങ്ങ് കേറാം, ഓടി അങ്ങ് കയറാം. കാരണം ജാസിനെ കുറേ വലിച്ചു കയറി. അവസാനം ദീപ്തി കല്യാൺ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇതോടെ ഞാൻ പറയാണ്, നിർത്തിക്കോ. നീയാണല്ലോ കോടതി, ഓടാമയില് ഇടി കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നിന്റെ കുടുംബത്തെ കയറി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കും. കേട്ടോ, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. മോന്റെ മോന്റെ മോനെ, കുടുംബത്തിൽ കയറി ഇറങ്ങാൻ നിന്നെ ഞാൻ വിടുന്നു വിചാരിച്ചാടാ? തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. നിന്റെ താഴത്താടുന്ന ആ അണ്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ കുടുംബത്തെ പോട്ട് നീ നാട്ടില് കാലൂത്തി കാണിക്കടാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഈ സനോജ് എന്നല്ല ഇവന്റെ പേര്. ഇവൻ ഇപ്പോഴും ചെയ്യുന്ന പരിപാടി തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡ്. ഇതോടുകൂടി നിനക്ക് കസ്റ്റമേഴ്സ് കൂടും. ഒരു 10% കമ്മീഷൻ തരണം കേട്ടറാ. പിന്നെ ഇവൻ ആടെ രാത്രി കുണ്ടനടിക്കലാണ് നിന്നെ. നിന്റെ ശരീരം നിന്റെ കുണ്ടിയാ, നീ ആർക്ക് വേണം കൊലത്തി കൊടുത്തോ. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികൾ അടുത്തടക്കം പോയിട്ട് ഇവൻ ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സാധിക്കില്ല. അവർക്കൊക്കെ കിട്ടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടട്ടെ. ആ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടും ഈ പറയുന്ന പോലെ പാതിരാത്രിക്ക് 500-നും 100-നും കുനിഞ്ഞു കൊടുക്കണം. അത് കുട്ടികൾക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക്. ഞാൻ ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇവന്റെ ഒരു പരിപാടി വെച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ തന്നെ ഊരി കാണിച്ചു കൊടുക്കും പോലും ഇവൻ. നിന്റെ തന്തക്കും തള്ളക്കും നീ ഈ റോഡ് സൈഡ് പോയിട്ട് കുനിഞ്ഞു കൊടുത്തുണ്ടാക്കുന്ന പൈസയെ തിന്നിട്ടുള്ള ശീലം ഉണ്ടാവുന്ന വെച്ചിട്ട് എല്ലാരും നിന്റെ തന്തയും തള്ളയും നിന്റെ കുടുംബമാണെന്നുള്ള ധാരണ നിനക്കുണ്ടെന്ന് അത് വേണ്ട. തന്റെ തന്തയല്ല, എന്റെ തന്ത.